ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇവ ഹന വൈബ്സ്. വീക്കെൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങിയില്ലേ പിന്നെ എന്ത് രസമല്ലേ. ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ആഴ്ച എവിടെ പോകും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബഹ്റിൻ കേരളീയ സമാജം നടത്തുന്ന ഒരു ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞ്. എന്തുത്സവം എന്നോ? കേരളോത്സവം 2025. അതിൻ്റെ ഭാഗമായി 80കളുടെ ഓളവും 80 കൂട്ടം രുചിമേളങ്ങളും. എന്നാൽ പിന്നെ അങ്ങോട്ടത്തേക്കാക്കാം നമ്മുടെ യാത്രയെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. അവിടെ ചെന്നപ്പോഴോ നമ്മുടെ കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന വിവിധതരം മോഡലുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. 80കളുടെ ഓളം എന്താണെന്നോ ഇപ്പോഴല്ലേ മനസ്സിലായത്. നമ്മുടെ 70കളിലെയും 80കളിലെയൊക്കെ സൂപ്പർ സ്റ്റാറായ ജയനും ഷീലയും അങ്ങനെ കുറേ ആൾക്കാർ വേഷം കിട്ടിയിരിക്കുക. എന്ത് രസമായിരുന്നെന്നറിയോ അവരെ കാണാനായിട്ട്. ജയനും ഷീലയും മാത്രമല്ല കേട്ടോ, നമ്മുടെ ബച്ചൻ സാറും ലാലേട്ടനും ഒക്കെ വന്നിരുന്ന് ചായ കുടിക്കുന്ന നല്ല ചായക്കടയും, അടുത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ മാത്രം കിട്ടുന്ന നമ്മുടെ ദേശീയ പാനീയവും. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളെ കണ്ടതും ആ ചേട്ടൻ 2 കുപ്പി എടുത്ത് പൊക്കി കാണിച്ചു. ആഹാ, തൊട്ടടുത്തതേ നല്ല ചൂട് പറക്കുന്ന പുട്ടും നല്ല ബീഫ് റോസ്റ്റും മുട്ടയും, അങ്ങനെ വെറൈറ്റി കുറേ ഫുഡുകൾ. അടിപൊളി. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ലംബോദരൻ ചേട്ടൻ്റെ ടീ ഷോപ്പിലാണ്. ഇന്നത്തെ സ്പെഷ്യലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലോ നമ്മൾ പച്ചക്കറി വിൽക്കാനായിട്ട് ഒരു പാവൻ ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. ഈ ടീ ഷോപ്പിൻ്റെ മറുവശത്ത് നമ്മളെ പണ്ടത്തെ നമ്മുടെ മാസികകളായ നാന, കേരള കൗമുദി, അതിൽ നമ്മുടെ നസീറും ജയനും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടോ നിങ്ങൾ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ മായാവി. അയ്യോ, ബാലർമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ പൊന്നോ, നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ശരിക്കും മിസ്സാവുന്നുണ്ടല്ലേ. എന്നാൽ പിന്നെ ഒരു സിനിമ കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രാഗൻ ടാക്കീസിലോട്ട് എത്തിയപ്പോഴോ കിടക്കണം ഹൗസ്ഫുള്ള്. ടിക്കറ്റ് നമ്മുടെ ടാക്കീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു മുറുക്കാങ്കടയുടെ ഫ്രണ്ടിൽ നല്ല ചുള്ളൻ ചേട്ടന്മാരും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ നമ്മുടെ പൂരപ്പറമ്പിൽ സ്ഥിരം കാണുന്ന പോലത്തെ കൈനോട്ടക്കാരനും, പിന്നെ ആൾക്കാരെ രസിപ്പിക്കാനായിട്ടുള്ള ചേട്ടന്മാരുടെ ഡാൻസും, ചേട്ടനെ നിയന്ത്രിക്കാനായിട്ടുള്ള പോലീസും, പിന്നെ മത്തങ്ങ ബലൂണും എല്ലാം കൂടെ നല്ല അടിപൊളി വൈബായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സാധനം പെട്ടത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ലൂബിക്ക. അയ്യോ, ലൂബിക്കയുടെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും വായിന്ന് വെള്ളം വരും. ഞാൻ ലൂബിക്ക ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ യുവാക്കുട്ടിക്ക് ചോദിച്ചു അതെന്ത് സാധനമാണ്. അങ്ങനെ അപ്പോൾ അവളെയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണമല്ലോ. അങ്ങനെ ഞാൻ ലൂബിക്ക മേടിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ലൂബിക്ക എന്നാണ് പറയുന്നത് കേട്ടോ. വേറെ നാട്ടിൽ അതിനെ ലോലോലിക്കാന്നോ വേറെ എന്തൊക്കെയോ പറയാറുണ്ട്. അങ്ങനെ ഇവാക്കുട്ടിക്ക് കൊടുത്തപ്പം ഇവാക്കുട്ടിക്ക് സാധനം ശരിക്കും ഇഷ്ടപ്പെട്ടു. കഴിച്ചിട്ട് പറഞ്ഞു അമ്മ സൂപ്പർ സാധനമെന്ന് പറഞ്ഞു. ദേ അടിപൊളിയല്ലേ, നല്ല കാന്താരിമുളകും ലൂബിക്കയും. അങ്ങനെ നമ്മുടെ ഹന്നക്കുട്ടിക്ക് തേൻ മുട്ടായും വേണമെന്ന് പറഞ്ഞു. കൂടെ ഞങ്ങൾ ഇച്ചിരി പുളിമുട്ടായും കൂടെ മേടിച്ചു കേട്ടോ. ലൂബിക്ക മാത്രമല്ലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. നല്ല നെല്ലിക്ക ഉപ്പിലിട്ടതും, നല്ല ജിലേബിയും, പിന്നെ നല്ല സർബത്തും, അങ്ങനെ നല്ല അടിപൊളി കുറേ വെറൈറ്റി സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ജിലേബിയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കുട്ടിക്കുറുമ്പി വന്നിട്ട് മുട്ടായി തരുമോയെന്ന് ചോദിച്ചു. അങ്ങനെ അവക്കും കുറച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ സമാജത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നിൽക്കുന്ന നമ്മുടെ സമാജത്തിൻ്റെ ഹൈലൈറ്റായ ആന. അയ്യോ, ആനെ കാണാൻ തന്നെ നല്ല രസം കേട്ടോ. ലൂബിക്കയുടെ കൂട്ടത്തിൽ കാന്താരിമുളകും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ യുവാക്കുട്ടിയുടെ നാക്കെല്ലാം കൂടെ പുള്ളിയിട്ട് പിന്നെ ആശാട്ടിക്ക് വെള്ളത്തിനായിട്ടായി കരച്ചത്.
പോകുന്ന വഴിക്ക് നമ്മുടെ ബെഹ്റിൻ പ്രതിഭ നടത്തുന്ന വടംവലി മത്സരം ഉണ്ടെന്ന് പറഞ്ഞു. എന്നെങ്കിൽ പിന്നെ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴേക്കും നല്ല നല്ല സൂപ്പർ 2 ടീമുകൾ തമ്മിൽ നല്ല തകർപ്പൻ വടംവലി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെവൻസും അരിക്കൊമ്പനും. ഇനിയുള്ള കമൻസ് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിനായി ഞാൻ വേറൊരു ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ നിങ്ങൾക്ക് കമൻറ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വേഗം നമുക്ക് കാണാം. ബൈ. ജസീൽ കണ്ണൂർ എന്ന അധികായന്റെ ചെറുകിലേറി കടന്നു വരുന്ന അരിക്കോസ് കണ്ണൂരും കലേഷ് കോഴിക്കോടിന്റെ ചെറുകിലേറി കടന്നു വരുന്ന സമരസഭകളിൽ അത്യന്തം ആവേശകരമായ മത്സരം കായികപ്പെടുകയും വടംവലി എന്ന കായിക വിനോദത്തെ കൽക്കുള്ളിലെ കൽക്കണ്ട കളി പോലെ കാത്തുവച്ച് നീളം കയറിന്റെ പിറകെ ഉറവയായി അരുവിയായി പുഴയായി കടലായി അണിഞ്ഞേറെ സാഗരങ്ങൾക്ക് മുന്നിൽ വിടുക. പോരാട്ടത്തിന്റെ ചെങ്കലിൽ ചൂലിക ഐതിഹാസിക പടയോട്ടങ്ങളിലൂടെ ഇടറി വീണവരും അതിജീവിച്ചവരും താഴെ പ്രമാണിത്വത്തിൽ കൈവച്ചവരും പാലിച്ചവരും ദേശീയത്തിന് മുന്നിൽ മാറി പറഞ്ഞെങ്കിൽ ഒരു പുതിയ വടവരികയാണ്. അത്യന്തം ആവേശകരമായ രൗദ്രതാപത്തിന്റെ ചിലമ്പളി കൊട്ടിക്കൊണ്ട് ഉദാഹരണ മുന്നണി പോരാളികൾ ആവേശത്തിൽ മാറ്റിവെക്കുന്നു.